ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാം. അടിപൊളി ടേസ്റ്റാണ്. ഒരു വട്ടം നിങ്ങളിതൊന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്കണം, അടിപൊളിയാവും. അപ്പോൾ നിങ്ങൾ വീഡിയോയ്ക്ക് പോകുന്നവനെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ആദ്യം നമുക്ക് ചെമ്മീൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പും ചേർത്ത് നല്ലപോലെ കുഴച്ച് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ആദ്യം ചെമ്മീൻ ഒന്ന് വറുത്തെടുക്കണം. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് കുറച്ചെടുത്ത് വറുത്ത് കോരിയെടുക്കാം. ചെമ്മീൻ വറുക്കുന്ന സമയത്ത് നമുക്ക് അതിലേക്കുള്ള ചോറ് റെഡിയാക്കാം. കുക്കറിലാണ് ഇന്ന് നമ്മൾ ചോറ് വെക്കുന്നത്. കുക്കർ അടുപ്പത്ത് വെച്ച് അതിലേക്ക് പാകത്തിന് നെയ്യ് ഒഴിക്കാം. നെയ്യ് ചൂടായി വരുമ്പോൾ അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക, ബേ ലീഫൊക്കെ ഇട്ടിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് മുന്തിരിയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊക്കെ മൂത്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് ക്യാരറ്റും കൂടെ ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് അരിക്ക് പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്ന നിലയിൽ വെള്ളം ഒഴിച്ചാൽ മതി. വീട്ടിൽ ചോറ്റോല ഉണ്ടെങ്കിൽ ഒരു ചോറ്റോല അതിലിട്ടാൽ മതി. നല്ല മണമായിരിക്കും ചോറിന്. ഇനി നമ്മൾ കഴുകി വെച്ച അരി അതിലേക്കിട്ട് ഉപ്പൊക്കെ പാകം നോക്കിയിട്ടിട്ട് കുക്കർ അടച്ച് വെച്ച് വേവിക്കാം. 1 വിസിൽ വരുന്നവരെ വേവിച്ചാൽ മതി കേട്ടോ. ചോറ് കുറച്ച് വെന്താൽ മതി, ദമ്മിടാനുള്ളതല്ലേ. ഇനി നമുക്ക് ബിരിയാണിക്കുള്ള മസാല റെഡിയാക്കാം. ചൂടായ പാനിലേക്ക് ഓയിൽ ഒഴിച്ച് അതിലേക്ക് സവാള ഇട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഉപ്പും കൂടെ ചേർത്ത് വഴറ്റിയാൽ പെട്ടെന്ന് വഴന്ന് കിട്ടും കേട്ടോ. ഉള്ളി നല്ലപോലെ വഴന്ന് വന്നാൽ അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം. പച്ചമുളകിൻ്റെയൊക്കെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. എല്ലാം നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മളെ പൊടികളായ മഞ്ഞൾപ്പൊടിയും കാശ്മീരി മുളക് പൊടിയും പിന്നെ മുളക് പൊടിയും പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ഇട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് ബിരിയാണി മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് തൈരും ചേർത്ത് നമ്മൾ വറുത്ത് വെച്ച ചെമ്മീനും കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കിയെടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടെ ഇട്ടെടുത്ത് നമ്മളെ വേവിച്ച് വെച്ച ചോറ് അതിലിട്ട് അവസാനം കുറച്ച് മല്ലിച്ചപ്പും നെയ്യ് ഒഴിച്ചിട്ട് നമുക്ക് ദമ്മിട്ട് വെക്കാം. കുറച്ച് സമയം കഴിഞ്ഞ് നമ്മൾ ദമ്മൊക്കെ പൊട്ടിച്ച് വെക്കുമ്പോൾ നമ്മൾ അടിപൊളി ചെമ്മീൻ ബിരിയാണി ഇവിടെ റെഡിയായി. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി റിസൾട്ട് പറയണം. അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.